തിരക്കഥ എഴുതുന്നതിന് 3000 രൂപ വേതനം തരാമെന്ന് ഒരു മടിയും കൂടാതെ നാരായണേട്ടൻ സമ്മതിച്ചു. അപ്പോഴാണ് മറ്റൊരാശങ്ക എനിക്കുണ്ടായത്. അത് ഉടനെ തന്നെ നാരായണേട്ടൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തു. നാരായണേട്ട, ഇത് തിരക്കഥാ സംഭാഷണം ശ്രീനിവാസൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പേരൊന്നും വെക്കണ്ട. അപ്പോൾ നാരായണേട്ടൻ പറഞ്ഞു, അയ്യോ അതെന്താ പേര് വെച്ചാൽ എന്താ, നല്ലതല്ലേ, സ്ക്രീനിൽ തിരക്കഥാ സംഭാഷണം ശ്രീനിവാസൻ നല്ലതല്ലേ, ആളുകൾ അങ്ങനെ അറിയില്ലേ, പേരറിയില്ലേ. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ലൊരു കഥയായിട്ട് ഇങ്ങനെ വരുമ്പോൾ പടം ഭയങ്കര ഹിറ്റായിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി മാത്രം വന്ന ആളാകുമ്പോൾ മറ്റ് തിരക്കഥാകൃത്തുകൾക്ക് എന്നോടൊരു ദേഷ്യം വരികയും അസൂയ വരികയും പിന്നെ അവരുടെ തിരക്കഥകളിൽ എനിക്ക് ചാൻസ് തരാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായി തീരും. അത് വേണമെങ്കിൽ നാരായണേട്ടൻ്റെ പേര് തന്നെ വെച്ചോളൂ. അതല്ല, നമ്മളിപ്പം ഈ കണക്കൊക്കെ കാണിക്കുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ. അതിപ്പം എൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിക്ക് അത് ഒപ്പിട്ടിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞോളൂ, ആ പേരിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാമെന്നാൽ. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ജയദേവൻ, തിരക്കഥാ സംഭാഷണം ജയദേവൻ. ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരും ഒളിച്ചുകളി നടത്തുന്നവരും സാധാരണ വെക്കുന്ന ഒരു തൂലികാ നാമമാണ് ജയദേവൻ. അങ്ങനെയാണ് എനിക്ക് ആ ജയദേവൻ എന്നുള്ള ഒരു പേര് കിട്ടിയത്. അങ്ങനെ ജയദേവൻ എന്നുള്ള പേരിൽ ശരി ജയദേവൻ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്നാൽ പിന്നെ ശുഭകരമായ രീതിയിൽ അഡ്വാൻസായിട്ട് ഇതാ 500 രൂപ എന്ന് പറഞ്ഞിട്ട് നാരായണൻ 500 രൂപ എൻ്റെ കയ്യിൽ തരികയാണ്. 500 രൂപയും നല്ല തുകയാണ്. ഞാനാണെങ്കിലും ഒരു പൈസ കയ്യിലില്ലാതിരിക്കുക. ഞാൻ സന്തോഷത്തോടുകൂടി ഇത് വാങ്ങിച്ചു. ഉടനെ തന്നെ ഒരു പുസ്തകം തുറന്നിട്ട് അതിലെന്തോ കണക്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ എഴുതുന്നത് ഞാൻ കണ്ടു. നാരായണൻ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ 500 രൂപ, ഇതിൻ്റെ ഇപ്പുറത്ത് എൻ്റെ പേരാണെന്ന് തോന്നുന്ന എന്തോ എഴുതിയിട്ടുണ്ട്. നോക്കിയപ്പോൾ സിനിവസ എന്നാണ് എഴുതിയിരിക്കുന്നത്. സിനിവസ 500 രൂപ എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഉദ്ദേശിച്ചിട്ട് എഴുതിയതാണത്. മലയാളിയായ നാരായണൻ എൻ്റെ പേരെഴുതിയിരിക്കുന്നത് സിനിവസ. അതോടുകൂടി എൻ്റെ എല്ലാ ഗ്യാസും പോയി. അങ്ങനെ ഈ കഥ എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് അതോടുകൂടിയാണ്. ഞാനങ്ങനെ കഥ എൻ്റെ ഇഷ്ടത്തിന് ചില മാറ്റങ്ങളോടുകൂടി അത് തിരക്കഥയും സംഭാഷണമൊക്കെ ആക്കി ഒരു ലോഡ്ജിൽ എഴുതാൻ തുടങ്ങി. ആ എഴുതുന്നതിന് തൊട്ട് മുമ്പ് നാരായണൻ ഒരു കാര്യം എന്നോട് അപേക്ഷിക്കേണ്ടതാണ്. കാരണം ഇനിയിപ്പോൾ എൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ എന്നുള്ളത് നാരായണന് തോന്നി. എന്നോട് പറഞ്ഞു, 6 നിർമ്മാതാക്കൾ ഉണ്ട് ഇതിന്, പാർട്ട്നേഴ്സ്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ റോളുകൾ വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളാണോ ഇവർ? ഇല്ല, അവരാദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, 6 പേരും. അതെ, 6 പേർക്കും അഭിനയിക്കണം. അതെ, അത് ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം, ഓർമ്മിച്ചാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓർമ്മിച്ചാൽ കൊള്ളാം, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ മാറ്റി ഉണ്ടാക്കാൻ പോകുന്ന കഥയിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട പിന്നെ സിനിമ നായകന്മാരും നായികമാരും ഒക്കെ ഉണ്ട്. അവർക്ക് വേണോ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് വേണോ കഥാപാത്രങ്ങൾ, നിങ്ങളെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാലിപ്പോൾ കഥ ഉണ്ടാവില്ലല്ലോ. പിന്നീടാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ നാരായണേട്ടൻ വേറൊരു സംവിധായകനെ കൊണ്ട് ഇതേ നിർമ്മാതാക്കൾ മറ്റൊരു പടം ഹൈറേഞ്ചിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്നു ഈ നാരായണേട്ടൻ, ഈ സംവിധായകൻ്റെ സുഹൃത്തായും സഹായിയായും. അവിടെ വെച്ച് ഈ 6 പേരെ നാരായണേട്ടൻ തട്ടിയെടുക്കുകയായിരുന്നു. എങ്ങനെ? ഈ നിർമ്മാതാക്കളോട് നാരായണേട്ടൻ പറഞ്ഞു, മറ്റേ സംവിധായകനെ ചൂണ്ടിയിട്ട് അദ്ദേഹം ക്ലോസപ്പൊക്കെ എടുക്കുമ്പോൾ ഈ ഹൈറേഞ്ചിലെ മനോഹരമായ സ്ഥലത്ത് വന്നു നിന്നിട്ട് ആളുകളുടെ ക്ലോസപ്പ് എടുക്കുക. ഇയാൾക്ക് സിനിമ അറിയൂ, ഇങ്ങനെയാണോ സിനിമ എടുക്കേണ്ടത്? എത്ര പ്രകൃതി മനോഹരമായ സ്ഥലമാണ്, കാണാൻ ഭംഗിയുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസപ്പ് എടുക്കുക, ലോങ് ഷോട്ട് എടുക്കണ്ടേ? എന്നാലല്ലേ പ്രകൃതിയുടെ ഭംഗി ആളുകൾ കാണുള്ളൂ. അത് കാണാനല്ലേ ആളുകൾ വരുന്നത്, ഈ ക്ലോസപ്പ് എടുക്കാനാണോ? അതിനിവിടെ വരണോ? അത് മദ്രാശി എടുത്താൽ പോരെ? അങ്ങനെ ഈ 6 നിർമ്മാതാക്കൾ, സിനിമയെപ്പറ്റി വലിയ പിടിപാടില്ലാത്ത 6 നിർമ്മാതാക്കൾ വിചാരിച്ചു നാരായണനെ കൊണ്ട് ഒരു പടം ചെയ്യിപ്പിച്ചാൽ. അതിനുള്ള ചില മരുന്നുകൾ നാരായണൻ ചെയ്യുകയും അങ്ങനെ ഈ സിനിമയുടെ സംവിധായകനായി നാരായണൻ അവരോധിക്കപ്പെടുകയും
അതിന് പറ്റിയൊരു കഥ നാരായണനെ ഇവിടുന്ന് സംഘടിപ്പിക്കുകയും സെൻറ്റിമെൻറ്റ്സ് കണ്ണുപൊട്ടൽ അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ തുടക്കം എന്നെനിക്ക് മനസ്സിലായി.